ഹായ്, എല്ലാവർക്കും ഇസ്രായേൽ വിശേഷങ്ങൾ എന്നുള്ള ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം മഹീൻ എന്ന് പറഞ്ഞ ഒരുത്തൻ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നു. ഒരു മലയാളിയായിട്ടുള്ള ഒരാൾ ഇവിടെ വന്നു. മഹീൻ എന്നാണ് അവൻ്റെ പേര്. അവനിവിടെ വന്നിട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി അവൻ പല പല വീഡിയോകൾ ചെയ്തു, പല സ്ഥലങ്ങളിൽ പോയി വീഡിയോകൾ ചെയ്തു. അവൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞ മൊത്തം ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിന് നെഗറ്റീവ് അടിച്ച് ഇസ്രായേൽ എന്ന രാജ്യം വളരെ മോശമാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി തന്നെയാണ് അവൻ കച്ച കെട്ടിക്കിട്ട് ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് വന്നത്. നീ ഒരു മുസ്ലിമായിട്ടും ഈ ഇസ്രായേലിലേക്ക് വരാൻ നിനക്ക് പറ്റിയത് എന്തുകൊണ്ടാണെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യൻ വംശജരായിട്ടുള്ള മുസ്ലിംസിനോടോ മറ്റ് രാജ്യത്തുള്ള മുസ്ലിംസിനോടൊന്നും ഇസ്രായേൽ എന്ന രാജ്യത്തിന് യാതൊരു ശത്രുതയുമില്ല, അവർക്ക് ഒരു ഇഷ്ടക്കുറവും ഇല്ല. അതുകൊണ്ടാണ് നിനക്ക് ഈ ഇന്ത്യയിൽ നിന്ന് നിനക്ക് വിസിറ്റിംഗ് വിസയ്ക്കാണെങ്കിലും ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം കാണാനായിട്ട് നിനക്ക് വരാൻ പറ്റിയത്. മുസ്ലിമായിട്ട് നിനക്ക് വിസിറ്റിംഗ് വിസ കിട്ടിയത് തന്നെ. അത് നീ ആദ്യം മനസ്സിലാക്കണം. ഈ മഹീൻ എന്ന് പറഞ്ഞ ഈ വീഡിയോ ചെയ്തവൻ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് ഒരുപാട് കമൻറ്റ് കാര്യങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്തിട്ടെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഈ കമൻറ്റുകളും സപ്പോർട്ടുകളും ഷെയറുകളെല്ലാം ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ തന്നെ ചിന്തിക്കണം, ഈ മഹീൻ എങ്ങനെ ഇവിടെ വന്നു, എങ്ങനെ ഇവൻ ഇവിടെ വരാൻ പറ്റി? അവന് വിസ കിട്ടിയോണ്ടാണല്ലോ അവനിവിടെ വന്നത്. ഈ സെക്യൂരിറ്റി ചെക്കിങ്ങും അവൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവൻ പറയുന്നുണ്ട് ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ്ങാണ്, ഞാൻ ഇതുപോലെ വേറെ രാജ്യത്ത് പോയിട്ട് ഞാൻ ഇതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്, ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ് ആയിരുന്നു. ഇതുപോലുള്ള പലരും ഇവിടെ ഇസ്രായേലിൽ നിന്ന് രാജ്യത്തേക്ക് വരുമ്പോൾ ഇതുപോലുള്ള സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇസ്രായേലിലേക്ക് കയറി വന്നതിൻ്റെ പേരിലാണ് നീ ഇവിടെ വന്നിട്ട് ഇതിലെ തെണ്ടി നടന്നത്. മനസ്സിലായോ? ഈ വീഡിയോ എടുത്ത് അതിലെല്ലാം തെണ്ടി നടന്നത് ഇതുപോലുള്ള സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നീ ഇവിടെ വന്നത്. ഇത്രയും യുദ്ധ സാഹചര്യത്തിലും ഇസ്രായേലിൽ നിനക്കിവിടെ കയറി വന്ന് നീ ഇതിലെ തെണ്ടി നടന്ന് വീഡിയോ ചെയ്യണമെങ്കിൽ നിനക്ക് അതിനുള്ള സേഫ്റ്റി ഇസ്രായേൽ തരുന്നത് കൊണ്ട് തന്നെയാണ്. അത് നീ ആദ്യം മനസ്സിലാക്കണം. നീ ടെലവീവ് വന്ന് സ്റ്റേ ചെയ്തു. ടെലവീവ് വന്ന് സ്റ്റേ ചെയ്താലും ടെലവിയിൽ നിനക്ക് അത്രയും സേഫായിട്ട് നിനക്ക് താമസിക്കാൻ പറ്റുമെങ്കിൽ അത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം തരുന്ന, നീ പുറം രാജ്യത്തുനിന്ന് വന്നിട്ടും നിനക്ക് തരുന്ന സേഫ്റ്റിയാണ്. അത് നീ ആദ്യം മനസ്സിലാക്കണം. ഒരു ബസ്സിലായാലും എഴുതിയിരിക്കുന്ന 3 ലാംഗ്വേജാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം എഴുതിയിരിക്കുന്നത് ഹീബ്രു ലാംഗ്വേജ്, സെക്കൻഡായിട്ട് എഴുതിയിരിക്കുന്നതാണ് അറബിക് ലാംഗ്വേജ്, പിന്നെ മൂന്നാമതെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ബസ്സിലെ ബോർഡ് വരെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ എവിടെ ചെന്നാലും ഏതൊരു ബോർഡ് വായിച്ചാലും അറബി ഹീബ്രു മസ്റ്റായിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണ് അറബിക് ലാംഗ്വേജ് വരെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇസ്രായേലിൽ മുസ്ലിങ്ങൾക്ക് അതുപോലെ പരിഗണന കൊടുക്കുന്നുണ്ട്. 125% ഇവിടെ മുസ്ലിംസ് ഉണ്ട്. അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാ ജൂത പൗരന്മാരെ പോലെ തന്നെ മുസ്ലിം പൗരന്മാർക്കും മറ്റ് കൺട്രിയിൽ നിന്ന് വന്ന ഏത് മതത്തിലുള്ളവർക്കും ഇവിടെ തുല്യ അവകാശം ഇസ്രായേൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മുസ്ലിമായിട്ടുള്ളവർ തന്നെയാണ് വലിയ വലിയ പദവിയിലിരിക്കുന്നവരും. അപ്പം മഹീനെ നീ ഒരു കാര്യം ചെയ്യണം, ഇതുപോലുള്ള നെഗറ്റീവ് വീഡിയോകൾ എടുത്ത് നിനക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കിട്ടാനും കുറേ ഷെയർ കിട്ടാനും വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സൈസ് പരിപാടി കൊണ്ട് നടക്കരുത്. നിന്റെ ബ്ലോഗ് ഞാനടക്കം കാണുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാനിവിടെ ഇസ്രായേലിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഈ കാര്യം പറയുന്നത്, നിനക്ക് നിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നീ വീഡിയോ ചെയ്യരുത്. മിക്കവാറും നീ ഒരുത്തൻ കാരണം ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്ന് കാണുക, അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം കാണാനായിട്ട് ഒരുപാട് പേര് മുസ്ലിംസ് ആയിട്ടും മറ്റ് ക്രിസ്ത്യൻസ് ആയിട്ടും ഹിന്ദുക്കളായിട്ടും എല്ലാം വിസിറ്റിംഗ് വിസ എടുത്തിട്ട് വരുന്നുണ്ട് ഈ കൺട്രി കണ്ടിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. മിക്കവാറും നീ ഒരുത്തൻ കാരണം മിക്കവാറും ഈ വിസിറ്റിംഗ് വിസ പരിപാടി വരെ, വിസ കോട്ട വരെ ഇവർ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ഏത് രാജ്യത്ത് പോകുന്നതിലും കുഴപ്പമില്ല, പക്ഷെ മറ്റ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നീ ചെയ്യുന്ന ബ്ലോഗ് കാരണം അവിടെ നിന്നുള്ള ആഹാരത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർക്കും മറ്റുള്ളവർക്കും ഇന്ത്യക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നീ വീഡിയോ ചെയ്യരുത്. നീ ചെയ്ത വീഡിയോയുടെ ടൈറ്റിൽ കാര്യങ്ങളതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇവിടെയുള്ള ആരെങ്കിലും, അതായത് ഇവിടെയുള്ളവരാരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം ഏകദേശം തീരുമാനമാകും. അതുകൊണ്ട് നീ ഇന്ത്യക്കാർക്കും മലയാളീസിനും നാണക്കേടുണ്ടാക്കി വെക്കാതെ എത്രയും പെട്ടെന്ന് നീ വേറെ ഏതെങ്കിലും രാജ്യത്തോ വല്ല ഉഗാണ്ടയിലോ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, അവിടെ എല്ലാം പോയിട്ട് ആൾക്കാരെ സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുക. അല്ലാണ്ട് ഇസ്രായേലിൽ നീ വന്നതൊക്കെ ആൾക്കാർക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി, പക്ഷെ നിന്റെ വർഗീയത നിന്റെ വീഡിയോകളിലെല്ലാം എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു.
ആദ്യം നീ വർഗീയതയില്ലാത്തൊരു മനുഷ്യനാണ്, എന്നിട്ട് നീ ജനങ്ങളെ ലോകം കാണിക്കാൻ വേണ്ടി നടക്കും.